ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ കൊണ്ടുള്ള ഹൽവയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള റവ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. റവ ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂർ ആയപ്പോഴേക്ക് നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടിയിട്ട് നമുക്കിതിൻ്റെ പാലെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഞെരടി കൊടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പാല് ശരിക്കും കിട്ടുകയുള്ളൂ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് നമുക്കതിൻ്റെ പാല് മാത്രം എടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാല് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പാലെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ശക്തിയായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്ക് അരിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാല് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമില്ല. ഈ വേസ്റ്റ് നമുക്ക് കളയാം. നമുക്കിതിൻ്റെ പാല് മാത്രമേ ഹൽവ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇത്രയും പാലാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് എത്ര പാലുണ്ടെന്നുള്ളത് ഞാൻ അളന്നിട്ട് കാണിച്ചു തരാം. $250 ml 3 കപ്പിലാണ് നമുക്ക് ഈ റവയുടെ പാല് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് തെളിനീര് വരും. ആ ഒരു തെളിനീര് നമുക്ക് ഊറ്റി മാറ്റി കളയണം. ഈ ഒരു സമയത്ത് നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കറുത്ത ഹൽവയായിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ശർക്കര പാനിയാക്കി എടുത്തിട്ട് വരാം. പിന്നെ ഹൽവ തയ്യാറാക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ചെയ്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മോൾഡ് അല്ലെങ്കിൽ ഒരു പാത്രം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, റോസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം റെഡിയാക്കി വെച്ചു. ഇനി ചെയ്യേണ്ടത് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല പാല് പോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് ചൂടൊക്കെ പോയിട്ടുള്ളൊരു കണ്ടീഷനിലാണുള്ളത്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇതിപ്പം അരമണിക്കൂർ ആയപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തെളിനീരിങ്ങനെ മുകളിലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തെളിനീരിങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത്. ഈ ഒരു തെളിനീര് നമുക്ക് ഊറ്റി മാറ്റാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഈ തെളിനീര് ഊറ്റി മാറ്റിയെടുക്കാം. അടിയിലുള്ള പാല് വരാൻ പാടില്ല. ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വെള്ളം മാത്രം ഊറ്റി മാറ്റണം. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ റവയുടെ പാല് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ റവയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി കൂടി ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കൈവിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലോട്ടോ മീഡിയം ഫ്ലെയിമിലോട്ടോ മാറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. പിന്നെ നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. അത് കാരണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് 40-45 മിനിറ്റൊക്കെ എടുക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരാം. ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലേക്ക് അധികം നെയ്യിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാനിതിലേക്ക് ആകെ യൂസ് ചെയ്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാനിതിൽ ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്യ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിലിപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് വറ്റി നമുക്കിത് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ഇളക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നിലക്കടല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം കുറച്ച് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സത്യത്തിൽ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടിക്കോളും. പഞ്ചസാര ചേർത്തത് കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ മിക്സായി കിട്ടിക്കോളും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ചൂട് പോകുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് വിടുവിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ റവ ഹൽവ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണിത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റവ ഹൽവയുടെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.